Good evening, students. How are you? I hope that you all are fine. Okay. Today we are going to learn a new lesson, that is your Term 2 textbook. Please take Term 2 textbook, lesson 6, that is page number 7. Okay. Please take your Term 2 textbook and take the page number 7. Lesson 6, we have to learn a new story. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ടേം 2 ടെക്സ്റ്റ് എടുക്കുക, അതിൽ പേജ് നമ്പർ 7 എടുക്കുക. ടേം 2 ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 7 എടുക്കുക, അതിലെ ലെസൺ 6 ആണ് നമ്മളിത് പഠിക്കുന്നത്. സ്റ്റോറിയുടെ പേര് എ ഫാദേഴ്സ് ലവ്. എന്താണ്? എ ഫാദേഴ്സ് ലവ്. കണ്ടോ? ഈ പിക്ചർ നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് തുറന്നേ. ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലെ പിക്ചർ നോക്കിയേ. ദിസ് ഈസ് അവർ ടെക്സ്റ്റ് ബുക്ക്. ഇതിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് ലെസൺ 6. നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 7 ആണ്. നമ്മുടെ മൂൺ കഴിഞ്ഞില്ലേ, മൂൺ എന്നുള്ള പോയം കഴിഞ്ഞുള്ള അടുത്ത ലെസനാണ്. ദിസ് ഈസ് എ സ്റ്റോറി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഫുള്ള് കേട്ടിരിക്കണം. ഓക്കെ. ഇത് നമ്മൾ കുറച്ച് പഠിച്ചിട്ട് ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. 2 വീഡിയോ ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പാർട്ടായിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ. ലെസൺ 6, എ ഫാദേഴ്സ് ലവ്. എ ഫാദേഴ്സ് ലവ്. നമുക്ക് സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിക്കോണേ. ഓക്കെ. എ ഫാദേഴ്സ് ലവ്. ആ ടൈറ്റിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഫാദർ ആരാണ്? പപ്പ അല്ലേ, അച്ഛൻ അല്ലേ, അതല്ലേ പേര് ഉദ്ദേശിക്കുന്നത്. എ ഫാദേഴ്സ് ലവ്. ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലേ. അപ്പോൾ ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു പപ്പയുടെ ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ പപ്പയുടെ സ്നേഹം, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. എ ഫാദേഴ്സ് ലവ്. ഇനി നമുക്ക് ആ സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ നോക്കണം. വീഡിയോ കേൾക്കുന്നതോടൊപ്പം നിങ്ങളുടെ ടെക്സ്റ്റും വീഡിയോടൊപ്പം നിങ്ങളുടെ ടെക്സ്റ്റും അതെ കാണണം. ഓക്കെ. സാറിൻ്റെ സ്റ്റോറി പറയുമ്പോൾ അതിനനുസരിച്ച് പിക്ചേഴ്സ് ഇവിടെ കാണിക്കാം കേട്ടോ. സാർ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഈ ടെക്സ്റ്റിലെ ഇതും വായിച്ച് നോക്കണം. ഓക്കെ. നമുക്ക് കഥ തുടങ്ങാം. വൺസ് there was a rich farmer. He had a big house to live in and plenty of good food to eat. The farmer had 2 sons. The elder one was good and sincere. He went out to work in the fields every day. The younger son was lazy. He did not do any work. He wasted his father's money on the good things in life. One day, the younger son went to his father and said, "Father, give me my share of the property. I want to go and see the world." Okay, ഒന്നുകൂടെ കഥയൊന്ന് വായിക്കാം. Once there was a rich farmer. Once, ഒരിക്കൽ എന്താണ്? There was a rich farmer. ഫാർമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാർമർ കൃഷിക്കാരൻ അല്ലേ, കർഷകൻ. കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ കൃഷിക്കാരുണ്ടോ? കൃഷിക്കാരെ കണ്ടിട്ടുണ്ടോ? ഇവിടെ നമ്മൾ കഥയിലൊരു ഫാർമറുണ്ട്, ഒരു കൃഷിക്കാരനുണ്ട് അല്ലേ. ഹി വാസ് എ റിച്ച് ഫാർമർ. അദ്ദേഹം ഒരു സമ്പന്നനായ അല്ലെങ്കിൽ പൈസയുള്ള ഒരു വലിയ കർഷകനാണ് അല്ലേ. റിച്ച് ഫാർമർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ധനികനായ അല്ലേ എന്ന് പറഞ്ഞാൽ പൈസയും എല്ലാം ഉള്ള ആളാണ് അല്ലേ. നോക്കാം. വൺസ് ദർ വാസ് എ റിച്ച് ഫാർമർ. ഹി ഹാഡ് എ ബിഗ് ഹൗസ് ടു ലിവ് ഇൻ. അദ്ദേഹത്തിന് വലിയ വീട് താമസിക്കാനുണ്ട് അല്ലേ. താമസിക്കാൻ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ആൻഡ് പ്ലെൻറ്റി ഓഫ് ഗുഡ് ഫുഡ് ടു ഈറ്റ്. ഇഷ്ടംപോലെ തിന്നാനൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പ്ലെൻറ്റി ഓഫ് ഗുഡ് ഫുഡ് ടു ഈറ്റ്. ഹി ഹാഡ് മെനി സെർവൻസ് ടു വർക്ക് ഫോർ ഹിം. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? ഒരു ധനികനായ റിച്ച് ഫാർമർ ഒരിടത്ത് ഉണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തിന് ബിഗ് ഹൗസ് ടു ലീവ് ഇൻ,
എന്ന് പറഞ്ഞാൽ വലിയ വീടാണ് താമസിക്കാനുണ്ടായിരുന്നത്. അതുമാത്രമല്ല പ്ലെൻറ്റി ഓഫ് ഗുഡ് ഫുഡ് ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങൾ അല്ലേ, ചിക്കനും മട്ടനും ബീഫ് എല്ലാ സംഭവവും ഉണ്ട് അല്ലേ, കഴിക്കാൻ വേണ്ട എല്ലാ നല്ല അടിപൊളി ഫുഡും പരിപാടിയാണ് വീട്ടിലുള്ളത് അല്ലേ. ഹി ഹാഡ് മെനി സെർവൻസ് ടു വർക്ക് ഫോർ ഹിം. അത് മാത്രമല്ല കുറേ സെർവൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സെർവൻസ് എന്ന് പറഞ്ഞാൽ ജോലിക്കാരല്ലേ, ഇഷ്ടംപോലെ ജോലിക്കാർ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആ വാക്കൊക്കെ ശ്രദ്ധിച്ചോണം, സാറി പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. വൺസ് ONCE വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അല്ലെ ഒരിടത്ത് അല്ലേ. വൺസ് ദർ വാസ് എ റിച്ച് ഫാർമർ, അങ്ങനെ ആ വാക്ക്. പിന്നെ ഫാർമർ, ആ വാക്കറിയാമോ? FARMER ഫാർമർ. ഫാർമർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ, റിച്ച് എന്ന് പറഞ്ഞാൽ ധനികൻ, പൈസയുള്ള കൃഷിക്കാരനാണ് അല്ലേ. പിന്നെ ഹൗസൊക്കെ അറിയാമല്ലോ, ഹൗസ്. പ്ലെൻറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ, ധാരാളമായിട്ട്. PLENTY പ്ലെൻറ്റി ഓഫ്. ഗുഡ് ഫുഡ്, നല്ല ആഹാരം അല്ലേ, നല്ല സമ്പൽ സമൃദ്ധമായ അടിപൊളി ഫുഡാണുള്ളത് അല്ലേ. ഗുഡ് ഫുഡ് ടു ഈറ്റ്. ഹി ഹാഡ് മെനി സെർവൻസ് ടു വർക്ക് ഫോർ ഹിം. സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സെർവൻറ്റ്. നിങ്ങളുടെ വീട്ടിൽ സെർവൻസ് ഉണ്ടോ? സെർവൻസ് എന്ന് പറഞ്ഞാൽ ജോലിക്കാർ അല്ലേ. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ മുറ്റം അടിക്കാൻ സഹായിക്കും, എന്തെങ്കിലും ജോലി ചെയ്യാൻ സഹായിക്കുന്ന അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർവൻസ്. SERVANTS സെർവൻസ്. ഓക്കെ, സെർവൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഈ കൃഷിക്കാരന് വലിയ വീട് താമസിക്കാനുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനുണ്ട്, പുള്ളി ഒരു കൃഷിക്കാരനാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്, അതുപോലെ ഒരുപാട് സെർവൻസും അദ്ദേഹത്തിനുണ്ട് അല്ലേ. ഇനി നമുക്ക് നോക്കാം. ദ ഫാർമർ ഹാഡ് 2 sons. ഇത് മാത്രമല്ല, കൃഷിക്കാരന് ആരുണ്ട്? ദ ഫാർമർ ഹാഡ് 2 sons. കണ്ടോ, ഈ പടത്തം കണ്ടോ? നടുക്കിയിരിക്കുന്നത് ആരാണ്? പിക്ചർ കാണുന്നത് നടുക്കിയിരിക്കുന്നത് ഫാർമറാണ് അല്ലേ, കർഷകനാണ് ഫാർമർ അല്ലേ. ഈ ഫാർമറിന് 2 മക്കളുണ്ട്. കണ്ടോ, ഫാർമറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ കണ്ടോ? വലത്തൊരാൾ നിൽക്കുന്നത് കണ്ടോ? ഇപ്പോൾ 2 മക്കളുണ്ട് അല്ലേ. ദ ഫാർമർ ഹാഡ് 2 sons. ഇനി നോക്കിയേ, ദ എൽഡർ വൺ വാസ് ഗുഡ് ആൻഡ് സിൻസിയർ. ദ എൽഡർ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽഡർ വൺ എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരൻ അല്ലേ, മൂത്തയാൾ. 2 മക്കളല്ലേ, ഒരാൾ മൂത്തതും ഒന്ന് ഇളയതാണ് അല്ലേ. അപ്പോൾ ദ എൽഡർ വൺ വാസ് ഗുഡ് ആൻഡ് സിൻസിയർ. മൂത്തയാൾ എങ്ങനെയായിരുന്നു? നല്ല മനുഷ്യനായിരുന്നു അല്ലേ, ഗുഡ് ആയിരുന്നു. ഗുഡ് ആൻഡ് സിൻസിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? SINCERE. സിൻസിയർ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായ അല്ലെങ്കിൽ വിശ്വസ്തനായ എന്ന് പറഞ്ഞാൽ തട്ടിപ്പൊന്നുമില്ല, നല്ലൊരു മനുഷ്യനാണ്, അതാണ് അർത്ഥം അല്ലേ. അപ്പം നോക്കിയേ, ദ ഫാർമർ ഹാഡ് 2 sons. ദ എൽഡർ വൺ വാസ് ഗുഡ് ആൻഡ് സിൻസിയർ. അപ്പം മൂത്തയാൾ എങ്ങനെയായിരുന്നു? ഗുഡായിരുന്നു, അതുപോലെ സിൻസിയർ ആയിരുന്നു. ഈ വാക്കൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ, ഈ വാക്കൊക്കെ ഇത് കാണിക്കും. അപ്പം അത് നിങ്ങൾ പഠിക്കണം, നോട്ട് ചെയ്യണം. ഓക്കെ. ഹി വെൻ്റ് ഔട്ട് ടു വർക്ക് ഇൻ ദ ഫീൽഡ്സ് എവറി ഡേ. അപ്പം ആരാണ്? ദ എൽഡർ വൺ. മൂത്തയാൾ എങ്ങനെയായിരുന്നു? മൂത്തയാൾ കണ്ടോ, ഈ അടുത്ത് നിൽക്കുന്ന ആളാണ്, ആദ്യം കാണുന്ന ആളാണ് ഈ മൂത്തയാൾ കേട്ടോ. ഈ പിക്ചറിൽ നിങ്ങൾ കണ്ടോ, നോക്കിയേ. ഇതാണ് മൂത്ത എൽഡർ സൺ. ഇതാരാണ്? നടുക്കിരിക്കുന്നത് ഫാർമർ അല്ലേ. അങ്ങേ അറ്റത്തേക്കുന്ന ആരാണ്? അത് നമ്മുടെ യങ്ങർ സണ്ണാണ്. അത് നമുക്ക് ആരാന്ന് നോക്കാം. അപ്പോൾ എൽഡർ സൺ എങ്ങനെയാണ്? മൂത്തയാൾ എങ്ങനെയാണ്? ഗുഡ് ആൻഡ് സിൻസിയർ. നല്ല മനുഷ്യനാണ്, അതുപോലെ തന്നെ വിശ്വസ്തനാണ് അല്ലേ, സിൻസിയറാണ്. ഹി വെൻ്റ് ഔട്ട് ടു വർക്ക് ഇൻ ദ ഫീൽഡ്സ് എവറി ഡേ. എല്ലാ ദിവസവും പുള്ളി ജോലി ചെയ്യാൻ വയലിൽ പോവും. ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? FIELDS. ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ വയൽ അല്ലേ, വയൽ. കൃഷി ചെയ്യുന്ന സ്ഥലമല്ലേ, പാടം, വയൽ, അവിടെയല്ലേ കൃഷി ചെയ്യുന്നത്. വയലിൽ പോയാണ് കൃഷി ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആ മുമ്പേ കണ്ടില്ല, ഒരു പിക്ചർ കണ്ടില്ല, കണ്ടോ? വയൽ കണ്ടോ? വയലിൽ ഒരാൾ പണിയെടുക്കുന്നുണ്ടോ? ഫീൽഡ്. ഓക്കെ. ഹി വെൻ്റ് ഔട്ട് ടു വർക്ക് ഇൻ ദ ഫീൽഡ്സ് എവറി ഡേ. ദിവസവും ഈ വയലിൽ പണിയെടുക്കാൻ പോകുമായിരുന്നു അല്ലേ. ദ യങ്ങർ സൺ വാസ് ലേസി. പക്ഷേ എൽഡർ സൺ നല്ല മനുഷ്യനാണെന്ന് നമ്മൾ പറഞ്ഞു, ദിവസം പണിയെടുക്കാൻ പോകും, വയലിൽ പോവും, ഫീൽഡിൽ പോവും അല്ലേ. പക്ഷേ യങ്ങർ സൺ എങ്ങനെയാണ്? ഇളയ മകൻ. ദ യങ്ങർ സൺ വാസ് ലേസി. നിങ്ങൾ ലേസിയാണോ? ലേസി എന്ന് പറഞ്ഞാൽ എന്താണ്? മടിയനാണ് അല്ലേ, മടിയാണ്, ഭയങ്കര മടിയാണ്. ദ യങ്ങർ സൺ വാസ് ലേസി. പുള്ളിക്ക് വെള്ളി പോകാൻ വലിയ മടിയാണ്, അതായത് വയലിലൊക്കെ പോയി ജോലി എടുക്കാൻ വലിയ പണിയാണ് അല്ലേ.
ഹി ഡിഡ് നോട്ട് ഡു എനി വർക്ക്, ഒരു പണിയും ചെയ്തില്ല. ഹി ഡിഡ് നോട്ട് ഡു എനി വർക്ക്, വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കും, ഒരു പണിയും ചെയ്തില്ല അല്ലേ. ഹി വേസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് മണി ഓൺ ദ ഗുഡ് തിങ്സ് ഇൻ ലൈഫ്. അദ്ദേഹം എന്തോ ചെയ്തു, ഈ ഇളയ മകൻ എന്താണ് ചെയ്തത്? ഹി വേസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് മണി. വേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കലെന്ന് പറയാറില്ലേ, വെള്ളം വേസ്റ്റ് ആക്കരുത്, അല്ലെങ്കിൽ നമ്മളൊന്നും വേസ്റ്റ് ചെയ്യരുതെന്ന് പറയത്തില്ലേ. വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? WASTE, വേസ്റ്റ്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കെന്ന് നോക്കിയേ, WASTED, വേസ്റ്റഡ്. ഹി വേസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് മണി. അച്ഛൻ്റെ മണി എന്തോ ചെയ്തു? വേസ്റ്റ് ആക്കുന്ന ആളായിരുന്നു അല്ലേ. ഹി വേസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് മണി ഓൺ ദ ഗുഡ് തിങ്സ് ഇൻ ലൈഫ്. അത് ജീവിതത്തിൽ കുറേ അടിച്ചു പൊളിക്കാൻ വേണ്ടി അല്ലേ, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ പൈസ വേസ്റ്റ് ആക്കുന്ന ആളായിരുന്നു. ആര്? യങ്ങർ സൺ, ഇളയാൾ അല്ലേ. എൽഡർ സൺ നല്ല ആളാണേ. എൽഡർ സൺ എങ്ങനെയാണ്? നല്ല മനുഷ്യനാണ്. യങ്ങർ സൺ ആണ് ഈ ലേസി ആയിട്ടും അതെ ജോലിക്ക് പോകത്തില്ല. ഹി ഡിഡ് നോട്ട് ഡു എനി വർക്ക്. അതുപോലെ അച്ഛൻ്റെ മണി കൊണ്ടുപോയി എന്ത് ചെയ്യും? വേസ്റ്റ് ചെയ്യും അല്ലേ. അച്ഛൻ്റെ പൈസ കൊണ്ടുപോയി വേസ്റ്റ് ആക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. വൺ ഡേ, പക്ഷെ ഒരു ദിവസം, ദ യങ്ങർ സൺ വെൻ ടു ഹിസ് ഫാദർ. അപ്പോൾ ഇളയ മകൻ എന്തോ ചെയ്തു? അച്ഛൻ്റെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ആൻഡ് സെഡ്, ഫാദർ ഗീവ് മീ മൈ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി. അച്ഛാ അല്ലേ പപ്പ, ഗീവ് മീ മൈ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി. എനിക്ക് തരേണ്ട പങ്ക് എനിക്കിങ്ങ് തരിക. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടി എന്താണ്? പ്രോപ്പർട്ടി PROPERTY. ഇതെൻ്റെ പ്രോപ്പർട്ടിയാന്ന് നമ്മൾ പറയത്തില്ലേ. അത് എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വസ്തുവാണ്, അല്ലെങ്കിൽ എൻ്റെ സ്ഥലമാണ്, എൻ്റെ വീടാണ്, എൻ്റെ പൈസയാണ് നമ്മൾ പറയത്തില്ലേ. ഇതിനെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്നൊരു പേരാണ് പ്രോപ്പർട്ടി. നമുക്കുള്ള പൈസ, നമ്മുടെ വീട്, നമ്മൾ വീടിരിക്കുന്ന സ്ഥലം അല്ലേ. നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, വയലും, അങ്ങനെ നമുക്കുള്ള എല്ലാ സാധനവും, നമുക്ക് എന്തെങ്കിലും കാറും ജീപ്പും ബൈക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയാണ് അല്ലേ. അതുപോലെ നമുക്ക് എന്താണോ ഉള്ളത് അതെല്ലാം നമ്മുടെ സാധനമാണ്, വേറെ ആരുടെയല്ല, നമ്മുടെയാണ്. അതിനെ നമ്മളെന്തോ വിളിക്കുന്നത്? ഒറ്റ വാക്കി നമ്മൾ പറയുന്ന പേരാണ്, ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് പ്രോപ്പർട്ടി. PROPERTY, പ്രോപ്പർട്ടി. അപ്പം അച്ഛനോട് എന്താ ചോദിക്കുന്നത്? എനിക്ക് തരേണ്ട പ്രോപ്പർട്ടി. അത് ഇതെല്ലാം അച്ഛൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെയുള്ള വീടും ഈ വയലും വസ്തുവും അവിടെ കഴുതയും കുതിരയും അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്, അതേ മൃഗങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരുപാട് പൈസയുള്ള ആളാണ് അച്ഛൻ അല്ലെ, ഈ ഫാദർ, പപ്പ. അപ്പം ഫാദറിനോട് ചോദിക്കുകയാണ്, ഈ യങ്ങർ സൺ ചോദിക്കുകയാണ്, ഫാദർ ഗീവ് മീ മൈ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി. മൈ ഷെയർ, എനിക്ക് വരേണ്ട പങ്ക്, എനിക്ക് തരേണ്ടതായിട്ടുള്ള ഇതുണ്ട്. പണ്ടത്തെ വീടുകളിലൊക്കെ അങ്ങനെയാണ് അല്ലേ. അച്ഛൻ സാധാരണ പ്രായമാകുമ്പം, അല്ലെങ്കിൽ അച്ഛന് വയസ്സാകുമ്പോൾ പിള്ളേർ കുറേ സ്വന്തമായിട്ട് ജീവിക്കാൻ പ്രായമാകുമ്പോഴേക്കും അവർക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ കൊടുക്കും. അച്ഛൻ്റെ വസ്തുവിൽ കുറച്ച് അവർക്ക് വീതിച്ചു കൊടുക്കും അല്ലേ, പകുത്തു കൊടുക്കും. 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും തുല്യമായിട്ട് അച്ഛനത് വീതിച്ചു കൊടുക്കും. അങ്ങനെയാണ് രീതി. അതുപോലെ ഇവിടെ സാറ് കുറച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പ്രായവും ഒക്കെ ആയി കഴിയുമ്പോഴാണ് കൊടുക്കേണ്ടത്. ഈ വസ്തുവും ഈ പറഞ്ഞതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ നേരെ ഈ യങ്ങർ സൺ എന്തോ ചെയ്തു? യങ്ങർ സൺ അതിന് മുമ്പേ നേരത്തെ തന്നെ, യങ്ങർ സണ്ണാണ്, അവന് വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ്. പക്ഷേ ഇപ്പോഴേ അവന് വേണം, എന്ത് വേണം? വസ്തു വേണം, പ്രോപ്പർട്ടി വേണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പണവും സംഭവം എല്ലാം, അതായത് ഈ മകന് കൊടുക്കേണ്ടതാണ്. ഭാവിയിൽ ഈ മകന് കിട്ടാൻ പോകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് വാസ്തുതി. അതുകൊണ്ട് മകൻ എന്തോ ചെയ്യണം? ഈ തരുന്ന പൈസ കൊണ്ടുപോയി അതുകൊണ്ട് ജോലി കണ്ടുപിടിക്കണം, ജോലി ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കണം. പക്ഷേ ഇപ്പം നിലവിൽ സംഭവിക്കുന്നത് എന്തുവാ? ഈ മകൻ ഇപ്പോഴേ ചോദിക്കുകയാണ്, എനിക്കുള്ള പൈസ ഇങ്ങ് തന്നേക്കാൻ, എനിക്കുള്ള പ്രോപ്പർട്ടി എല്ലാം ഇങ്ങ് തന്നേക്കാൻ. അത് നീ ഭാവിയിൽ തരാൻ നിൽക്കണ്ട, ഇപ്പോഴേ ഇങ്ങ് തന്നേരെ, ഞാൻ കൊണ്ടുവച്ച് സ്വന്തമായിട്ട് ജീവിച്ചോളാം എന്നാണ് പറയുന്നത്? യങ്ങർ സൺ അല്ലേ. ഐ വാണ്ട് ടു ഗോ ആൻഡ് സീ ദ വേൾഡ്. എന്തിനാണ് ഈ വസ്തുവും പൈസയെല്ലാം ചോദിക്കുന്നത്? ഐ വാണ്ട് ടു ഗോ ആൻഡ് സീ ദ വേൾഡ്. എനിക്ക് പുറത്ത് പോകണം. ഐ വാണ്ട് ടു ഗോ, എനിക്ക് പോകണം. എവിടെ പോകണം? ആൻഡ് സീ ദ വേൾഡ്, എനിക്ക് ലോകം മുഴുവൻ കാണണം. എനിക്ക് ഇവിടെ ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് മടുത്ത്, ഞാൻ ജോലിക്കൊന്നും പോകത്തുമില്ല, വീട്ടിൽ മടി പിടിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന യങ്ങർ സണ്ണ് എന്തോ വേണം? ലോകം മുഴുവൻ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. യങ്ങർ സൺ എങ്ങനെയാണ്? യങ്ങർ സൺ പറയുന്നു, ഐ വാണ്ട് ടു ഗോ ആൻഡ് സീ ദ വേൾഡ്. എനിക്ക് പോകണം. എവിടെ പോകണം? എനിക്ക് ലോകം മുഴുവൻ കാണാൻ വേണ്ടി എനിക്ക് പുറത്ത് പോകണം. പക്ഷെ ഇത് കേട്ടപ്പം ബാക്കി നോക്കി, ദ ഫാദർ വാസ് അൺഹാപ്പി.
പക്ഷേ അൺഹാപ്പി എന്ന് പറഞ്ഞെന്തോ, ഹാപ്പി എന്ന് പറഞ്ഞെന്തോ, ഹാപ്പി ഐ ആം ഹാപ്പി, ഞാൻ വലിയ ഹാപ്പിയാണെന്ന്, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയത്തില്ലേ, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, സന്തോഷം അല്ലേ. അൺഹാപ്പി എന്ന് പറഞ്ഞാൽ എന്തുവാ? സന്തോഷമില്ലായ്മ, ദുഃഖമാണ്. അതാണ് അതിൻ്റെ അർത്ഥം, ദുഃഖം അല്ലേ. ദ ഫാദർ വാസ് അൺഹാപ്പി. സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? ദുഃഖം അല്ലേ, സാഡ്. ദ ഫാദർ വാസ് അൺഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ ദുഃഖിച്ചു അല്ലേ. ഹി സെഡ് ടു ഹിം, സൺ യു ആർ ടു യങ് ടു ഗോ ഔട്ട് ഓൾ എലോൺ. മകനെ, യു ആർ ടു യങ് ടു ഗോ ഔട്ട് ഓൾ എലോൺ. നീ ഒരുപാട് ചെറുപ്പമാണ്, നീ ഒരുപാട് ചെറിയൊരു കുട്ടിയാണ്, നീ ഇപ്പോഴേ ഒറ്റയ്ക്ക് ഇങ്ങനെ വെളിയിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ എങ്ങനെ വെളിയിൽ പോകാറുണ്ടോ? തന്നെ ഇല്ലല്ലോ. നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയല്ലേ നിങ്ങൾ പുറത്ത് പോകാറുള്ളൂ, വെളിയിലൊക്കെ തന്നെ ഇറങ്ങി പോവോ? ഇല്ലല്ലോ. അതുപോലെ ഇവിടെ അച്ഛൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്? സൺ യു ആർ ടു യങ്, നീ ഒരുപാട് ചെറുതാണ്, ഇളയ ചെറുക്കനാണ്. ടു ഗോ ഔട്ട് ഓൾ അലോൺ, ഒറ്റയ്ക്ക് ഇങ്ങനെ വെളിയിൽ പോകാൻ പറ്റത്തില്ല. നത്തിങ് ഈസ് ലാക്കിംഗ് ഇൻ ദിസ് ഹൗസ്. ലാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ്. ലാക്ക്, LACK, ലാക്ക് എന്ന് പറഞ്ഞ വാക്കുണ്ട്. ലാക്ക് എന്ന് പറഞ്ഞാൽ കുറവ് അല്ലെങ്കിൽ പോരായ്മ. നത്തിങ് ഈസ് ലാക്കിംഗ് ഇൻ ദിസ് ഹൗസ്. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനെ ആ ഒരു മീനിങ് ആണേ. നത്തിങ് ഈസ് ലാക്കിംഗ് ഇൻ ദിസ് ഹൗസ്. ലാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുറവ്, പോരായ്മ. നത്തിങ് ഈസ് ലാക്കിംഗ് ഇൻ ദിസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. നിനക്ക് ഉടുക്കാൻ നല്ല ഡ്രസ്സുണ്ട് ഇഷ്ടം പോലെ, തിന്നാൻ ഭക്ഷണം എപ്പോഴും കിട്ടും, നിനക്ക് കുടിക്കാൻ വെള്ളം വേണമുണ്ട് അതുണ്ട്, നിനക്ക് എന്തോ വേണ്ടേ അതെല്ലാം ഇവിടെ കിട്ടും. നിനക്ക് കളിക്കണേ അതുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. പക്ഷേ നത്തിങ് ഈസ് ലാക്കിംഗ് ഇൻ ദിസ് ഹൗസ്, ഈ വീട്ടിൽ ഒന്നിനൊരു കുറവില്ല, നിനക്ക് വേണ്ട എല്ലാ സാധനവും നിനക്കിവിടെ അവൈലബിൾ ആണ് അല്ലേ. അതുകൊണ്ട് എന്ത് വേണം? ഡു സ്റ്റേ വിത്ത് മീ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, എന്നോടൊപ്പം നിൽക്കണം, ഈ വീട് വിട്ട് പോകരുത്. ഡു സ്റ്റേ വിത്ത് മീ. സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താ? തങ്ങുക, താമസിക്കുക അല്ലേ. ഡു സ്റ്റേ വിത്ത് മീ, STAY, സ്റ്റേ. ഡു സ്റ്റേ വിത്ത് മീ, നീ എന്നോട് കൂടെ താമസിക്കണം, വീട്ട് വിട്ട് പോകരുത് എന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ ദ സൺ ഡിഡ് നോട്ട് ലിസൺ ടു ഹിസ് അഡ്വൈസ്. പക്ഷേ അച്ഛൻ പറഞ്ഞത് ആര് കേട്ടില്ല? മകൻ കേട്ടില്ല. നിങ്ങൾ അപ്പോൾ പറയുന്നത് കേൾക്കാറുണ്ടോ, അനുസരിക്കാറുണ്ടോ? ഇവിടെ നോക്കിയാൽ യങ്ങർ സൺ എന്തോ ചെയ്തേ? അച്ഛൻ ഉപദേശിച്ചു അല്ലേ. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്തോ? ADVICE, അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം. അതെ, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, നീ അങ്ങനെ ചെയ്താൽ ഇന്ന പ്രശ്നമുണ്ട്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിനാണ് നമ്മൾ പറയുന്നൊരു വാക്കാണ് ഉപദേശം. ഉപദേശിക്കുക. അതെ, നീ നന്നായിട്ട് പഠിക്കണം, നീ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം, നീ വീട്ടിൽ ചെന്നാൽ നന്നായിട്ട് പഠിക്കണം, നീ എപ്പോഴും ഫോൺ തുറന്നു വെച്ച് അതിൻ്റെ മുന്നിൽ ഇരിക്കരുത് എന്നൊക്കെ അമ്മയും അച്ഛനും പറയാറില്ലേ. അതിനെ നമ്മളെന്ത് പറയും? അതാണ് ഉപദേശം. ഉപദേശിക്കും അല്ലേ. നിങ്ങൾ ഉപദേശിക്കാറില്ലേ അച്ഛനും അമ്മയൊക്കെ? അപ്പോൾ നിങ്ങൾ അനുസരിക്കുമോ? അനുസരിക്കണം. ഉപദേശം എന്നുള്ള അതാണ് ഇംഗ്ലീഷിൽ അഡ്വൈസ് അല്ലേ. നിങ്ങൾ ടീച്ചർമാർ ഉപദേശിക്കത്തില്ലേ, നല്ല കുട്ടിയായിട്ട് വളരണമെന്ന് പറയാറില്ലേ? അഡ്വൈസ്, അതാണ് അഡ്വൈസ്. ഓക്കെ. ബട്ട് ദ സൺ ഡിഡ് നോട്ട് ലിസൺ ടു ഹിസ് അഡ്വൈസ്. ലിസൺ എന്ന് പറഞ്ഞാൽ എന്താ? ലിസൺ പ്ലീസ് ലിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചത്? ദ സൺ ഡിഡ് നോട്ട് ലിസൺ ടു ഹിസ് അഡ്വൈസ്. അച്ഛൻ്റെ ഉപദേശം ആര് കേട്ടില്ല? മകൻ കേട്ടില്ല. ഏത് മകൻ? യങ്ങർ സൺ അല്ലേ. അറ്റ് ലാസ്റ്റ്, പക്ഷേ അവസാനം, ദ ഫാദർ വാസ് കമ്പൽഡ് ടു ഗിവ് ഹിം ഹിസ് ഷെയർ. അറ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അവസാനം എന്തോ ഉണ്ടായി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് നോക്കി. ദ ഫാദർ വാസ് കമ്പൽഡ്. കമ്പൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? കമ്പൽ, COMPELLED, കമ്പൽഡ്. കമ്പൽഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധിതനായി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാകാറില്ലേ? അന്നേരം അച്ഛനും അമ്മയും ഒന്ന് നിങ്ങളെ തല്ലാറില്ലേ? തല്ലിയിട്ടുണ്ടോ? ഇല്ലേ? അപ്പം നിങ്ങളെ തല്ലണമെന്ന് വസ്തുത അവർക്ക് ഇഷ്ടമുണ്ടോ? ഒട്ടും ഇഷ്ടമില്ല. നിങ്ങളെ അടിക്കണമെന്ന് അവർക്ക് ഒട്ടും ആഗ്രഹമില്ല. പക്ഷേ അവർ നിങ്ങളെന്തോ തല്ലി പോവുകയാണ് അല്ലേ. അതിനെന്തോ നമ്മൾ അതിന് പറയുന്ന വാക്കാണ് കമ്പൽഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധിതനാവുക. അതായത് ഒരു രക്ഷയില്ല, നിങ്ങളെ അടിച്ചാലേ പറ്റത്തുള്ളൂ. ഏറ്റവും അവസാനം ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് നമ്മളെ അച്ഛനമ്മയും അടിക്കുന്നത് അല്ലേ. നിങ്ങൾ അനുസരിക്കത്തില്ല ഒട്ടും. ഒടുക്കം ഏറ്റവും അവസാനമാണ് അടി കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ
അറ്റ് ലാസ്റ്റ് ദ ഫാദർ വാസ് കമ്പൽഡ് ടു ഗീവ് ഹിം ഹിസ് ഷെയർ. ഏറ്റവും അവസാനം ഒരു നിവൃത്തിയില്ല, ഇവനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, ശല്യം ചെയ്യുക. അതുകൊണ്ട് പിന്നെ എന്തോ ചെയ്തു, അവന് പൈസ അവൻ ചോദിച്ച എല്ലാ സാധനവും എടുത്ത് കൊടുത്തു അല്ലേ. അതാണെന്ന് നോക്കിയേ, അറ്റ് ലാസ്റ്റ് ദ ഫാദർ വാസ് കമ്പൽഡ് ടു ഗീവ് ഹിം ഹിസ് ഷെയർ. അവന് കൊടുക്കേണ്ട പങ്ക് അല്ലെ വസ്തു പ്രോപ്പർട്ടി കുറേ അവനെടുത്ത് കൊടുത്തു. ഇറ്റ് വാസ് എ ലാർജ് സം ഓഫ് മണി. അത് ഏറ്റവും ലാർജ് എന്ന് പറഞ്ഞാൽ വലുത്. ഇറ്റ് വാസ് എ ലാർജ് സം ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഖ്യയായിരുന്നു എടുത്തു കൊടുത്തത്. വലിയ തുക അവന് എടുത്തു കൊടുത്തു. ഇഷ്ടം പോലെ പൈസ അവന് അച്ഛനൊടുക്കം എന്തു ചെയ്തു എടുത്തു കൊടുത്തു. കണ്ടോ ഈ പിക്ചർ കണ്ടോ നിങ്ങൾ? കണ്ടോ അവന് പൈസ എടുത്തു കൊടുക്കുകയാണ്. കണ്ടോ അച്ഛൻ യങ്ങർ സണ്ണിന് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ടോ? സഞ്ചിയിലാക്കി ഇഷ്ടം പോലെയുള്ള അവന് കൊടുക്കേണ്ട പങ്ക് അവനെ കൊടുത്തു. ഇറ്റ് വാസ് എ ലാർജ് സം ഓഫ് മണി. കണ്ടോ അവർക്ക് ഇരിക്കുന്നുണ്ടോ? ദ യങ്ങർ സൺ ലെഫ്റ്റ് ഹോം ആൻഡ് വെൻറ്റ് ടു എ ഫാർ ഓഫ് കൺട്രി. പക്ഷേ ഈ യങ്ങർ സൺ എന്തോ ചെയ്തു? യങ്ങർ സൺ ലെഫ്റ്റ് ഹോം. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് വിട്ടു പോവുക അല്ലേ. ലെഫ്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ വീട് വിട്ടു പോവുക അല്ലേ. ലെഫ്റ്റ് ഹോം, LEFT. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടത്ത് അല്ലേ. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റൈറ്റ് ഏതാണ്? വലത്ത് അല്ലേ. അപ്പം ദ യങ്ങർ സൺ ലെഫ്റ്റ് ഹോം ആൻഡ് വെൻറ്റ് ടു എ ഫാർ ഓഫ് കൺട്രി. അതെ, യങ്ങർ സൺ എന്തോ ചെയ്തു? വീട് വിട്ടിറങ്ങിയിട്ട് ആൻഡ് വെൻറ്റ് ടു എ ഫാർ ഓഫ് കൺട്രി. ഫാർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? FAR, ഫാർ, OFF, ഫാർ ഓഫ്. ഫാർ ഓഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരെയുള്ള, അങ്ങ് ദൂരെയുള്ള ഏതോ രാജ്യത്തോട്ട് ആര് പോയി? മകൻ പോയി അല്ലേ. കണ്ടോ മകൻ പോവാണ്, ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. കണ്ടോ പൈസയൊക്കെ പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ടോ? അവൻ അച്ഛൻ കൊടുത്ത പൈസയെന്ന് പറഞ്ഞ് നോക്കിയേ. കണ്ടോ അവൻ്റെ കുതിരപ്പുറത്ത് കയറി സ്ഥലം വിടുക. കണ്ടോ ഇത് വേറെ രാജ്യത്ത് അവൻ ചെല്ലുക. കണ്ടോ വേറെ രാജ്യം കണ്ടോ. ഓക്കെ, അങ്ങ് ദൂരെയുള്ളൊരു കൺട്രിയിലോട്ട് ദ യങ്ങർ സൺ ലെഫ്റ്റ് ഹോം, വീട് വിട്ടു പോയി. ആൻഡ് വെൻറ്റ് ടു എ ഫാർ ഓഫ് കൺട്രി, അങ്ങ് ദൂരെയുള്ളൊരു രാജ്യത്ത്. കൺട്രി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ താമസിക്കുന്ന എവിടെ? കേരളത്തിലാണ് അല്ലേ. നമ്മൾ താമസിക്കുന്ന കൺട്രി ഏതാ? അമേരിക്കയാണോ? ഇന്ത്യ അല്ലേ. നമ്മൾ താമസിക്കുന്ന എവിടെയാണ്? ഇന്ത്യ ഈസ് മൈ കൺട്രി നമ്മൾ പറയത്തില്ലേ, അതാണ് കൺട്രി, രാജ്യം അല്ലേ. അതുപോലെ ഈ മകൻ യങ്ങർ സൺ എങ്ങോട്ട് പോയി? ദൂരെയുള്ളൊരു രാജ്യത്തോട്ട്, ദൂരെയുള്ളൊരു കൺട്രിയിലോട്ടാണ് പോയത്. ഓക്കെ, ദെയർ ഹി സ്പെൻഡ് ഓൾ ഹിസ് മണി ഓൺ ബാഡ് കമ്പാനിയൻസ്. പക്ഷേ ഇനി നോക്കിയേ, ഇനിയാണ് രസം. ദെയർ ഹി സ്പെൻഡ് ഓൾ ഹിസ് മണി. അവിടെ എന്തോ ചെയ്തു? കണ്ടോ ആ രാജ്യത്ത് നിന്നു അവനവിടെ കയറി ചെല്ലുന്ന ആ പടം കണ്ടോ. അവിടെ ചെന്നിട്ട് എന്തോ സംഭവിച്ചെന്ന് നോക്കിയേ. ഹി സ്പെൻഡ് ഓൾ ഹിസ് മണി ഓൺ ബാഡ് കമ്പാനിയൻസ്. ചീത്ത കൂട്ടുകാരുടെ കൂടെ കൂട്ടും കൂടി. കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? ദെയർ ഈസ് സ്പെൻഡ് SPENT. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവാക്കുക. നമ്മൾ പൈസ എന്തിനാ കൊണ്ടു നടക്കുന്നത്? ഓരോന്നും മേടിക്കാൻ അല്ലേ. നമുക്ക് വേണ്ടതൊക്കെ മേടിക്കാനും അല്ലേ. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയുന്നത്? പൈസ ചിലവാക്കുക. അതെ, ഞാൻ ഇന്ന സാധനം മേടിക്കാൻ വേണ്ടി എൻ്റെ പൈസ ചിലവാക്കി അല്ലേ. ചിലവാക്കുക അല്ലേ. നമ്മളെ പൈസ യൂസ് ചെയ്യുക, ഉപയോഗിക്കുക അല്ലേ. ഓരോ സാധനം മേടിക്കാൻ നമ്മൾ ഉപയോഗിക്കുക. അതിന് നമ്മൾ പറയുന്നത് ചിലവാക്കുക അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുക അല്ലേ. SPENT, സ്പെൻഡ്. അപ്പോൾ ദെയർ ഹി സ്പെൻഡ് ഓൾ ഹിസ് മണി ഓൺ ബാഡ് കമ്പാനിയൻസ്. ഗുഡ് ആൻഡ് ബാഡ്. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്, ബാഡ് എന്ന് പറഞ്ഞാൽ ചീത്തയായത്, മോശമായത്. ബാഡ് കമ്പാനിയൻ. കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ എന്താ? COMPANIONS. കമ്പാനിയൻസ്. കമ്പാനിയൻസ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് നല്ല കൂട്ടുകാരാണോ? പന്ന കൂട്ടുകാരാണോ? നല്ല കൂട്ടുകാർ വേണം കേട്ടോ. കമ്പാനിയൻസ്. കണ്ടോ പുള്ളി അവിടെ ചെന്ന് എന്തോ നോക്കിയേ, പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു. കണ്ടോ പിക്ചർ കണ്ടോ? ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ കൂട്ടി മേടിച്ചു. കണ്ട ഷൂസൊക്കെ മേടിച്ചു. പൈസ കൊണ്ട് കാണിച്ച പരിപാടി കണ്ടോ. വേറെ ആൾക്കാരൊക്കെ ആയിട്ട് കൂട്ടുകൂടുന്നു കണ്ടോ. ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി കണ്ടോ. തിന്ന് കുടിക്കുകയാണ്. ഹി സ്പെൻഡ് ഓൾ ഹിസ് മണി ഓൺ ബാഡ് കമ്പാനിയൻസ്. ചീത്ത കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടി കണ്ടോ. വെൻ ഓൾ ഹിസ് മണി വാസ് ഓവർ ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് അവേ വൺ ബൈ വൺ. പക്ഷേ ഒടുക്കം എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നതെല്ലാം അവനെ വിട്ടുപോയി. എപ്പോഴാണെന്നറിയാവോ? നോക്കിയേ, ഈ പിക്ചർ കണ്ടോ നിങ്ങൾ? അവൻ്റെ സഞ്ചിയിലെ പൈസ തീർന്നു, ഒരു കോയിൻ മാത്രമേ ബാക്കിയുള്ളൂ, കാലിയായി. കണ്ടോ? വെൻ ഓൾ ഹിസ് മണി വാസ് ഓവർ. ഓവർ എന്ന് പറഞ്ഞത് പൈസ എല്ലാം തീർന്നപ്പോൾ എന്ത് പറ്റി? ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് അവേ വൺ ബൈ വൺ. അവൻ്റെ കൂട്ടുകാർ ഓരോരുത്തരായിട്ട് അവനെ വിട്ടുപോയി. 1 by 1 ഓരോരുത്തരായിട്ട് അവൻ്റെ കൂട്ടുകാർ അവനെ
വിട്ടുപോയി. നമ്മുടെ പൈസ ഉള്ളപ്പോൾ കൂട്ടുകാർ നമ്മുടെ കൂടെ നിൽക്കും, പൈസ ഇല്ലാത്തപ്പോൾ അവരെല്ലാം നമ്മളെ വിട്ടുപോകും. 1 by 1 ലീവിങ് ഹിം എലോൺ, അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് സ്ഥലം വിട്ടു. അല്ലേ, നോക്കിക്കേ. അതെ, കണ്ടോ. വെൻ ഓൾ ഹിസ് മണി വാസ് ഓവർ ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് അവേ 1 by 1 ലീവിങ് ഹിം എലോൺ, അവനെ ഒറ്റയ്ക്കാക്കി. ലീവിങ് ഹിം എലോൺ, എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാക്കുക. നോക്കിയേ, ഇനി നോക്കിയേ. ഹി വാസ് ഹംഗ്രി. അപ്പോൾ എന്ത് പറ്റി? അവന് വിശന്നു. കണ്ടോ. ബട്ട് ഹി ഹാഡ് നോ മണി ടു ബൈ എനി ഫുഡ്. ഹി വാസ് ഹംഗ്രി. ആര്? യങ്ങർ സൺ അങ്ങ് വിശക്കുന്നു. ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? HUNGRY, ഹംഗ്രി. ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശക്കുക. മുമ്പേ നമ്മൾ പിക്ചർ കണ്ടില്ലേ? ഇവിടെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? കഴിക്കാനൊന്നുമില്ല, പൈസ തീർന്നപ്പോൾ കഴിക്കാനൊന്നുമില്ല. ഇപ്പം കണ്ടോ, കാശ് തീർന്നു. അത് കഴിയുമ്പം ഇനിയിപ്പം പൈസ ഇല്ലാതെ വന്നപ്പോൾ ഇനി ഒന്നും മേടിക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്തു? വിശന്നു. ഹംഗ്രി വിശക്കുക കേട്ടോ. HUNGRY, ഹംഗ്രി. ആ വാക്ക് പഠിച്ചോണേ. HUNGRY, ഹംഗ്രി. ഐ ആം ഹംഗ്രി അല്ലേ? നമുക്ക് വിശക്കുമ്പോൾ എന്ത് പറയണം? ഐ ആം ഹംഗ്രി, ഐ ആം വെരി ഹംഗ്രി അല്ലേ? ഐ ആം ഹംഗ്രി എന്ന് പറയണേ. ബട്ട് ഹി ഹാഡ് നോ മണി ടു ബൈ എനി ഫുഡ്. പക്ഷേ ഇനി പൈസ ഇല്ല. പൈസ തീർന്നു. കണ്ടോ, അവൻ അവസാനത്തെ പൈസ എടുത്തു, കോയിൻ. ഇനി പൈസ ഇല്ല അവന്. അച്ഛൻ കൊടുത്ത പൈസ എല്ലാം തീർത്തു. ഹി ഹാഡ് നോ മണി ടു ബൈ എനി ഫുഡ്. ഒരു ഭക്ഷണം പോലും മേടിക്കാൻ കാശില്ല. ഇനി എന്തോ നോക്കിയേ. സോ ഹി വെൻ ടു എ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി ആൻഡ് ആസ്ക്ഡ് ഫോർ എ ജോബ്. അതുകൊണ്ട് എന്തോ ചെയ്തു നോക്കിയേ. ഹി വെൻ ടു എ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റിസൺ. നിങ്ങളെവിടെ താമസിക്കുന്നത്? ഇന്ത്യയിൽ അല്ലേ? അപ്പം നിങ്ങൾ ഇന്ത്യയിലെ ആരാണ്? ഒരു സിറ്റിസനാണ്. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ പൗരൻ. മലയാളത്തിൽ പൗരൻ എന്ന് പറയും. പൗരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ഇന്ത്യയാണ് അല്ലേ? നമ്മൾ ഇന്ത്യയിലെ ആരാണ്? നമ്മൾ ഇന്ത്യൻ പൗരനാണ് അല്ലേ? നമ്മൾ ജനിച്ച് വളർന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന രാജ്യം ഏതാണോ അവിടെ നമ്മൾ ആ രാജ്യത്തെ ആരാണ്? ആ രാജ്യത്തെ നമ്മൾ പൗരന്മാരാണ്. പൗരൻ, സിറ്റിസൺ അല്ലേ? ആ രാജ്യത്തെ ഒരാൾ എന്ന് വിചാരിച്ചാൽ മതി. അതാണ് എൻ്റെ അർത്ഥം. മനസ്സിലാക്കിയത് അത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇന്ത്യയിലെ ആരാണ്? നിങ്ങൾ ഇന്ത്യയിലെ ഒരാളാണ്. അമേരിക്കയിലല്ലല്ലോ. നിങ്ങൾ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഒന്നും അല്ലല്ലോ. അവിടുത്തെ ആളല്ലല്ലോ. നിങ്ങൾ ഇന്ത്യയിലെ ആളാണ് അല്ലേ? അപ്പോൾ ആരാണ്? നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസണാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ പൗരനാണ്. അത്രേ ഉള്ളൂ. ഇന്ത്യയിലെ ഒരാളാണ്. അത്ര ഓർത്താൽ മതി. സോ ഹി വെൻ ടു എ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി. ആ രാജ്യത്തെ, അതായത് ഇവൻ വേറൊരു രാജ്യത്താണ് പോയേക്കുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ഫാർ ഓഫ് കൺട്രി, ദൂരെയുള്ളൊരു രാജ്യത്താണ് ഇവൻ പോയേക്കുന്നത്. അവിടുത്തെ ഒരു ആളുടെ വീട്ടിൽ ജോലിക്ക് വേണ്ടി ചെന്നു. ആൻഡ് ആസ്ക്ഡ് ഫോർ എ ജോബ്. ജോബ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി അല്ലേ? അവന് ജീവിക്കണ്ടേ? അവന് പൈസ ഇല്ല, പൈസ ഉണ്ടാക്കണമെങ്കിൽ ജോലി ചെയ്യണം. അപ്പോൾ ജോലി നോക്കി പോയതാണ് അല്ലേ? സോ ഹി വെൻ ടു എ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി. അവിടുത്തെ ഒരു രാജ്യത്തെ ഒരു പൗരൻ്റെ അല്ലെ അവിടുത്തെ ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് ആൻഡ് ആസ്ക്ഡ് ഫോർ എ ജോബ്. അവിടെ ചെന്നൊരു ജോലി വേണമെന്ന് അപേക്ഷിച്ചു. ദ മാൻ ആസ്ക്ഡ് ഹിം ടു ടേക്ക് കെയർ ഓഫ് ഹിസ് പിഗ്സ് ഇൻ ദ ഫാം. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? ആ മനുഷ്യൻ വിളിച്ചു, ഇങ്ങ് പോരാൻ പറഞ്ഞു. കണ്ടോ, ഒരു വസ്ത്രമൊക്കെ കീറി മഴയൊക്കെ നനഞ്ഞ് വല്ലാത്തൊരു സ്ഥിതിയിലാണ് പോകുന്നത്. കണ്ടോ അവിടെ ഒരു വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ജോലി ചോദിക്കാൻ ചെന്നേ. കണ്ടോ, ദ മാൻ ആസ്ക്ഡ് ഹിം ടു ടേക്ക് കെയർ ഓഫ് ഹിസ് പിഗ്സ് ഇൻ ദ ഫാം. അവിടെ ചെന്ന് ജോലി ചോദിച്ചാണ്ട് ഈ ആളെ കണ്ടോ, ഇയാളോട് ചോദിച്ചാൽ കണ്ടോ, അവിടുത്തെ ഒരു സിറ്റിസൺ ആയിരുന്നു. ആ രാജ്യത്തെ ഒരു സിറ്റിസൺ, ആ കൺട്രിയിലെ ഒരു സിറ്റിസനോട് ചെന്ന് ഒരു ജോലി തരാമോയെന്ന് ചോദിച്ചു. അവിടെ കണ്ടോ ചെന്ന് ചോദിക്കുന്നുണ്ടോ, കീറി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ചെന്ന് അയാളോട് ജോലി തരാമോയെന്ന് ചോദിക്കുന്നത്. ആസ്ക്ഡ് ഫോർ എ ജോബ്. അപേക്ഷിക്കുകയാണ്. കണ്ടോ, കൈ ഊപ്പി അപേക്ഷിക്കുക. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം, എനിക്ക് ജീവിക്കണം, എനിക്ക് പൈസ ഇല്ല, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. കണ്ടോ, അപ്പോൾ നോക്കിയേ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ദ മാൻ ആസ്ക്ഡ് ഹിം ടു ടേക്ക് കെയർ ഓഫ് ഹിസ് പിഗ്സ് ഇൻ ദ ഫാം. അവിടെ ഒരു ചെറിയൊരു ഫാമുണ്ട്. അവിടെ ഒരു ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. പന്നി കൃഷിയാണ്. പന്നി കണ്ടിട്ടുണ്ടോ? പിഗ്സിനെ കണ്ടിട്ടുണ്ടോ? പന്നിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടോ പിക്ചറിൽ കണ്ടോ നിങ്ങൾ? കണ്ടോ പന്നിയെ കണ്ടിട്ടുണ്ടായിരിക്കും. പിഗ്സ്, പന്നി. ഓക്കെ. അപ്പം ആ പന്നിയെ കെയർ ചെയ്യണം. പന്നിയെ നോക്കുന്ന ജോലിയാണ് ആര് കൊടുത്തത്? ആ മനുഷ്യൻ, ആ സിറ്റിസൺ, ആ പൗരൻ ഇയാൾക്ക് ജോലി കൊടുത്തു. എന്താ ജോലിയാ? അയാളുടെ വീട്ടിലെ
പന്നികളെ നോക്കണം, പന്നിക്ക് തീറ്റ കൊടുക്കണം, പന്നിയെ കൊണ്ടു നടക്കണം. അതാണ് ജോലി. The man asked him to take care of his pigs in the farm. The young man ate the leftover food of the pigs and drank dirty water. ആ യങ് മാൻ എന്തോ ചെയ്യുന്ന അറിയാം, അയാൾക്ക് വിശന്നില്ലയോ? അയാൾക്ക് വിശക്കുക, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അയാൾക്ക് ഭയങ്കര വിശപ്പാന്ന്. അയാൾ എന്ത് ചെയ്യുന്നറിയോ? ഈ പന്നി തിന്നുന്നുണ്ടോ? ആ പന്നി എവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? ഏതാണ്ടൊക്കെ ആ പന്നി തിന്നുന്ന ആഹാരം കണ്ടോ? പന്നിക്ക് അതിൻ്റെ അകത്ത് ആഹാരം ഇട്ട് കൊടുക്കുക. പന്നി അവിടെ ഓടി വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ആ ആഹാരത്തിൽ പന്നി കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് ബാക്കി വരും. ആ ബാക്കി വരുന്നതിൻ്റെ അകത്ത് കണ്ടോ, പന്നി എല്ലാം കൂടെ കൂട്ടമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ ബാക്കി വരുന്നതിൻ്റെ അകത്ത് നിന്ന് കുറച്ചെടുത്ത് ഈ നമ്മുടെ യങ്ങർ സൺ എന്തോ ചെയ്തു, എടുത്ത് കഴിച്ചു. വിശന്നിട്ടാ കേട്ടോ, വിശപ്പ് കൊണ്ട് സഹിക്കാൻ മേലാഞ്ഞിട്ട് പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം, അതെ ബാക്കി വരുന്നത്, പന്നി കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കുന്ന അവസ്ഥയിലോട്ട് കണ്ടോ, പന്നിക്കുള്ള കൊടുത്ത ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ടോ? എന്ത് കഷ്ടമാണെന്ന് നോക്കണേ, കണ്ടോ എന്തോ അവസ്ഥ എന്ന് നോക്കി യങ്ങർ സണ്ണിന്. യങ് മാൻ എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈറ്റ് എന്ന് കേട്ടില്ലേ? ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? EAT, ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നുക. എയ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്നു അല്ലേ? എയ്റ്റ് ദ ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞാൽ ബാക്കി വന്ന ഫുഡ്. എന്താ ഫുഡ്? ഫുഡ് ഓഫ് ദ പിഗ്സ്, പന്നിക്ക് കൊടുത്ത ഭക്ഷണം. അപ്പോൾ പന്നി കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭക്ഷണം ആര് തിന്നു? യങ്ങർ സൺ അല്ലേ? ആൻഡ് ഡ്രാങ്ക് ഡേർട്ടി വാട്ടർ, കണ്ടോ? എന്നിട്ട് പന്ന വെള്ളമൊക്കെ എടുത്താണ് ആര് കുടിക്കുന്നത്? ആ യങ്ങർ സൺ. നോക്കിയേ, ദെയർ വാസ് എ ഫാമിൻ എന്ന് പറഞ്ഞാൽ എന്താ? FAMINE, ഫാമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ വാക്കുണ്ട് ക്ഷാമം. ഫാമിൻ എന്ന് പറഞ്ഞാൽ വെള്ളവും കിട്ടത്തില്ല, കുടിക്കാൻ വെള്ളമില്ല, തിന്നാനൊന്നും കിട്ടത്തില്ല. ആ ദേശം മൊത്തം ഒരു ക്ഷാമം വന്നു, അല്ലെങ്കിൽ ഒന്നും കിട്ടാത്ത അവസ്ഥ. അതാണ്, നമുക്ക് തിന്നാനും ഒന്നും കിട്ടത്തില്ല, കുടിക്കാനും വെള്ളമില്ലാതെ വരും, മൊത്തം എല്ലാവരും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരും. അതാണ് ദെയർ വാസ് എ ഫാമിൻ ഇൻ ദാറ്റ് കൺട്രി. ആ രാജ്യത്ത് പെട്ടെന്നല്ല ഒരു ക്ഷാമം വന്നു എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും തിന്നാനും ഒന്നും കിട്ടത്തില്ല, ഒന്നും കുടിക്കാൻ കിട്ടത്തില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ ആ രാജ്യത്തുണ്ടായി, ഈ യങ്ങർ സൺ ഇപ്പം താമസിക്കുന്ന ഈ രാജ്യത്ത് അല്ലേ? സോ ദ യങ് മാൻ കുഡ് നോട്ട് ഈവൻ ഗെറ്റ് പിഗ്സ് ഫുഡ് ടു ഈറ്റ്. അപ്പോൾ ഈ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണമെങ്കിലും തിന്ന് ജീവിക്കാമെന്നാണ് ആര് വിചാരിച്ചത്? കൊടുക്കുന്ന ഭക്ഷണമെങ്കിലും കഴിച്ച് ജീവിക്കാമെന്ന് ആര് വിചാരിച്ചു? യങ്ങർ സൺ അല്ലേ? യങ്ങർ സൺ അങ്ങനെ വിചാരിച്ചെങ്കിലും പക്ഷേ പണി പാളി. എപ്പോഴാണെന്നറിയോ? ദേശം മുഴുവൻ ക്ഷാമം വന്നു, ഫാമിൻ, പോവർട്ടി. എല്ലാവരും ഒന്നും കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, വെള്ളം കുടിക്കാനില്ലാത്തൊരവസ്ഥ. ആ രാജ്യത്ത് ആർക്കും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നു. അന്നേരം എന്തോ ചെയ്തെന്നറിയോ? പന്നിക്ക് പോലും ഭക്ഷണം കിട്ടുന്നില്ല, പന്നിക്ക് പോലും ശരിക്കും ഭക്ഷണം കിട്ടാതെയായി. അപ്പോൾ പന്നി തിന്നു കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിലല്ലേ ഈ യങ്ങർ സണ്ണിന് ഇപ്പോൾ കഴിക്കാൻ പറ്റൂ. അപ്പോൾ പന്നി തിന്നു കഴിഞ്ഞ് ബാക്കി എന്ന് പറഞ്ഞാൽ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കുറഞ്ഞു പോയി, അപ്പം ബാക്കി വരുന്നില്ല. അപ്പോൾ ഈ യങ്ങർ സണ്ണിന് തിന്നാൻ ഒന്നും കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വന്നു. ഹി ബിഗാൻ ടു സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? STARVE, സ്റ്റാർ, പട്ടിണി കിടക്കേണ്ടി വന്നു അല്ലേ? നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ ഇരുന്നിട്ടുണ്ടോ? സ്റ്റാറുമായിട്ടുണ്ടോ? സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിണി കിടക്കുക, ഒന്നും കഴിക്കാനില്ലാതെ തിന്നാനില്ലാതെ അങ്ങനെ ഇരിക്കേണ്ടി വരും. അതാണ്. അതെ, വിശപ്പുണ്ടെങ്കിൽ വിശപ്പ് സഹിച്ച് ഒന്നും തിന്നാനില്ല, കുടിക്കാനില്ല, വല്ലാത്തൊരവസ്ഥയിൽ കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ? ഹിസ് ക്ലോത്ത്സ് വെയർ ടോൺ, കണ്ടോ? അവൻ്റെ ആ വേഷമെല്ലാം കീറിപ്പറിഞ്ഞിരിക്കുന്നുണ്ടോ? കീറിപ്പറിഞ്ഞ വേഷമാണ് ആർക്ക്? ഹിസ് ക്ലോത്ത് വെയർ ടോൺ. ഓക്കെ, ഈ കഥ നമുക്ക് ഇത്രയും വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ പേജ് നമ്പർ 8 നമ്മൾ വന്ന് നിൽക്കുന്നത്. ടെക്സ്റ്റ് നിങ്ങൾ ഇത്രയും ഭാഗം വായിക്കണം, ക്ലിയറായിട്ട് വായിക്കണം. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അതിനുശേഷം ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പം ഇത്രയും കൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും വായിച്ചതിൽ നിങ്ങൾ കുറേ വാക്ക് സാറ് പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ല കുറേ. ഇവിടെ ഒരു വാക്ക് ഞാൻ എടുത്ത് പറഞ്ഞില്ല. അത് ഹിസ് ക്ലോത്ത്സ് വെയർ ടോൺ, TORN എന്ന് പറഞ്ഞാൽ ടോൺ എന്ന് പറഞ്ഞാൽ കീറിപ്പോവുക. കണ്ടോ വേഷം കണ്ടില്ലേ? ഡ്രസ്സ് കീറിയിരിക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ടോ? ആ ഡ്രസ്സ് ഷർട്ട് മൊത്തം കീറിയിരിക്കുക. ആണ്ടേ, കീറിപ്പറഞ്ഞ വേഷമാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ടോൺ. ടെക്സ്റ്റിൽ നോക്കിയാൽ ആ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കീറിപ്പറഞ്ഞ വേഷമൊക്കെ ആയിട്ടിരിക്കുകയാണ്, പട്ടിണി കഴിക്കുകയാണ്, ഒന്നും തിന്നാനില്ല, കുടിക്കാനില്ല. അതാണ് പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷാണ് സ്റ്റാർവ്, STARVE. അപ്പോൾ ഈ വാക്ക് സാർ കുറേ വാക്ക് ഇപ്പോൾ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളുടെ ബുക്കിലോട്ടൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എഴുതുക, നിർബന്ധമായി എഴുതിയിരിക്കണം. സാർ ഇത്രയും പറഞ്ഞ വാക്കുകളെല്ലാം, കാണിച്ച വാക്കുകളെല്ലാം
നിങ്ങളുടെ ബുക്കിലോട്ട് നിങ്ങൾ എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ സാർ അത് ചെക്ക് ചെയ്യും, മറക്കരുത്, എഴുതിയിരിക്കണം. ഓക്കെ, ഈ സ്റ്റോറി നമ്മൾ ഇത്രയും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിന് ബാക്കിയുണ്ട്, ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ പറയാം. ഓക്കെ, അതുപോലെ നമ്മുടെ GK ക്ലാസ്സും ഇതിന് പുറകെ ഇടുന്നുണ്ട്, അത് നിങ്ങൾ കാണണം, കേൾക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഇത്രയും കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. ഒരു ഫാർമറിൻ്റെ കഥയാണെന്ന് പറഞ്ഞത്. ഫാർമറിന് 2 മക്കളുണ്ടായിരുന്നു. മൂത്തയാൾ നല്ല ഗുഡായിരുന്നു, സിൻസിയർ ആയിരുന്നു അല്ലേ. പക്ഷേ ഇളയാൾ ലേസി ആയിരുന്നു. അയാൾ ജോലി ചെയ്യാൻ പോകത്തില്ല. ഒടുക്കം അയാൾ പൈസയെല്ലാം മേടിച്ചുകൊണ്ട്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് വേറൊരു ദൂരെയുള്ള രാജ്യത്തോട്ട് പോയി. ആ രാജ്യത്ത് അവിടെ ചെന്നിട്ട് അവിടെ വല്ല കൂട്ടുകാരുമായിട്ടൊക്കെ കൂട്ടുകൂടി, എന്ന് വെച്ചാൽ ബാഡ് കമ്പാനിയൻസായിട്ട് കൂട്ടുകൂടി അല്ലേ. അവരുമായിട്ട് കൂട്ടുകൂടി പൈസയെല്ലാം വേസ്റ്റാക്കി കളഞ്ഞു. ഒടുക്കം എന്തുപറ്റി, കൂട്ടുകാരെല്ലാം അവനെ വിട്ടുപോയി. ഒടുക്കം അവന് പൈസയില്ല, ഒന്നുമില്ല, തിന്നാനൊന്നുമില്ല. ഒടുക്കം അവൻ അവിടുത്തെ ഒരാളുടെ വീട്ടിൽ ചെന്ന് ജോലി ചോദിച്ചു. എന്താ ജോലി കിട്ടിയത്? അയാളുടെ വീട്ടിലെ പന്നിയെ നോക്കാൻ അല്ലേ. ആ പന്നിക്ക് തീറ്റ കൊടുക്കണം, ആ പന്നിയെ കൊണ്ട് പന്നിയെ നോക്കി നടത്തണം. ഈ ആടിനെ നോക്കുന്ന പോലെ പന്നിയെ കൊണ്ട് നോക്കി നടത്തണം. അപ്പോൾ അതായിരുന്നു ജോലി. ആ ജോലി കിട്ടി. പന്നി തിന്നുന്ന ആഹാരം ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് തിന്നാണ് ഈ യങ്ങർ സണ്ണ് വിശപ്പടക്കിയത് അല്ലേ. പക്ഷേ ഒടുക്കുമ്പോൾ അവിടെ ഒരു ഫാമിൻ വന്നു. അതായത് അവിടെ പെട്ടെന്നൊരു ക്ഷാമം വന്നപ്പം അവിടെ ഒന്നും കിട്ടാനില്ലാതായി. പന്നിക്ക് പോലും ഭക്ഷണം കിട്ടുന്നില്ല ശരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ യങ് സണ്ണിൻ്റെ കാര്യം പറയണോ, യങ് സണ്ണിനും ഒന്നും കിട്ടാതായി. അപ്പം അവിടെ കിടന്ന് പട്ടിണി കിടക്കാൻ തുടങ്ങി. ഒന്നും കിട്ടാനില്ല, പക്ഷെ തിന്നാനും കുടിക്കാനും ഇല്ല. ദിവസങ്ങളായിട്ട് അങ്ങനെ ഒന്നും തിന്നുന്നില്ല, ഒന്നും കുടിക്കുന്നുമില്ല. കുടിക്കാനും തിന്നാനും ഇല്ല, കിട്ടുന്നില്ല. പിന്നത്തെ ഇത് അത് മാത്രമല്ല, വേഷമെല്ലാം കീറി പറഞ്ഞു. ഇനി ഈ കഥ ബാക്കി എന്താ സംഭവിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ വീഡിയോ സാർ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ വാക്കുകളെല്ലാം നോക്കുക. ഈ ടെക്സ്റ്റ് വായിക്കണം. സാർ ഇത്രയും പറഞ്ഞ അത്രയും നിങ്ങൾ 2 പേജുണ്ട് വായിക്കാൻ. പേജ് നമ്പർ 7 പേജ് നമ്പർ 8 ആണ്. ഈ 2 പേജ് നിങ്ങൾ ടെക്സ്റ്റ് 2-3 പ്രാവശ്യം ഇത് വായിക്കണം, നിർബന്ധമായി വായിക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ സാർ അത് വായിപ്പിക്കും. അന്നേരം ബുദ്ധിമുട്ടില്ലാതെ വായിക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അത് വായിപ്പിക്കും, നിർബന്ധമായിട്ട് വായിക്കണം. വീട്ടിൽ ഇരുന്ന് ഇപ്പം തന്നെ വായിച്ചോളുക. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. ഓക്കെ, അടുത്ത GK ക്ലാസ്സിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഓക്കെ, താങ്ക്സ്.